ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് റീറ്റെയിലിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് എന്നുള്ളത് നോക്കാം. ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ഈസ് നത്തിങ് ബട്ട് എ റീറ്റെയിൽ പ്ലേസ് വേർ ഓൾ ദ ഐറ്റംസ് ആർ സെഗ്രിഗേറ്റഡ് ആൻഡ് ബ്രോട്ട് അണ്ടർ വൺ റൂഫ്. അതായത് ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് നത്തിങ് ബട്ട് എ റീറ്റെയിൽ പ്ലേസ് ആണ്. അതായത് ഒരു റീറ്റെയിൽ പ്ലേസ് ആണ് എല്ലാ ഐറ്റംസും ഒന്നിച്ചു കൂടി ഒരു റൂഫിന്റെ അണ്ടറിൽ വരുന്നതിനെയാണ് ഓർഗനൈസ്ഡ് റീറ്റെയിൽ എന്ന് പറയുന്നത്. ബട്ട് അൺഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ഈസ് വൺ വേർ ദർ ആർ ഡിഫറെന്റ് തിങ്സ് സോൾഡ് ഇൻ ഡിഫറെന്റ് ഷോപ്സ്. പക്ഷേ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റീറ്റെയിലിംഗ് ആണെങ്കിൽ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ഷോപ്പുകൾ ഉണ്ടായിരിക്കും, ഡിഫറെന്റ് സാധനങ്ങൾ അല്ലെ, ഡിഫറെന്റ് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി ഡിഫറെന്റ് ഷോപ്പുകളാണ് ഉണ്ടായിരിക്കുക. സോ ദിസ് സെക്ടർ ഈസ് ഡോമിനേറ്റഡ് ബൈ സ്മോൾ റീറ്റെയിലേഴ്സ്. ഈ ഒരു സെക്ടർ മെയിൻ ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത് ചെറിയ റീറ്റെയിലേഴ്സ് ആയിരിക്കും. ജനറൽ സ്റ്റോഴ്സ്, അതുപോലെ തന്നെ ഫുഡ് വെയർ, അതൊക്കെയാണ് അൺഓർഗനൈസ്ഡ് റീറ്റെയിലിംഗിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് റീറ്റെയിലിംഗ് ആണ് ഉള്ളത്. ഒന്ന് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡിൽ നമ്മൾ പറഞ്ഞു റീറ്റെയിൽ പ്ലേസ് ആണ്, എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റംസും ഒരു റൂഫിന്റെ അണ്ടറിൽ നമുക്ക് അവൈലബിൾ ആവും. അൺഓർഗനൈസ്ഡ് ആവുമ്പോൾ അത് ഓരോന്നും ഡിഫറെന്റ് ഷോപ്പായിരിക്കും, ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെന്റ് ഷോപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് നോക്കാം. അതിൽ ഒന്ന് റീറ്റെയിൽ ഫോർമാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് റീറ്റെയിൽ ഫോർമാറ്റ് അല്ലെങ്കിൽ റീറ്റെയിലിംഗ് ഓഫ് പ്രൊഡക്ട്സ് എന്നുള്ളത് നോക്കാം. A retail format outlines the retail mix to be used to satisfy the needs of those customers. ഒരു റീറ്റെയിൽ ഫോർമാറ്റ് ഔട്ട്ലൈൻ ചെയ്യുന്നത് റീറ്റെയിൽ മിക്സിനെയാണ്. അത് എങ്ങനെ ഒരു കസ്റ്റമേഴ്സിന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും എന്നുള്ളതാണ് റീറ്റെയിൽ ഫോർമാറ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എ റീറ്റെയിൽ ഫോർമാറ്റ് റിഫേഴ്സ് ടു ദ റീറ്റെയിലേഴ്സ് മിക്സ്. അതായത് റീറ്റെയിൽ ഫോർമാറ്റിനെ റീറ്റെയിലേഴ്സ് മിക്സ് എന്നും കൂടെ പറയുന്നുണ്ട്. ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ ടാർഗറ്റ് മാർക്കറ്റ്. അല്ലെ, ഒരു ടാർഗറ്റ് മാർക്കറ്റിനെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന റീറ്റെയിലേഴ്സ് മിക്സ് ആണ് റീറ്റെയിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് റീറ്റെയിൽ ഫോർമാറ്റ്? അല്ലെങ്കിൽ റീറ്റെയിൽ ഫോർമാറ്റിനെ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഒന്ന് സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റ് ആണ്, രണ്ട് നോൺ റീറ്റെയിൽ ഫോർമാറ്റ്. സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റിൽ അണ്ടറിൽ വരുന്നത് സൂപ്പർ മാർക്കറ്റുകൾ വരുന്നുണ്ട്, ഹൈപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ചെയിൻ സ്റ്റോർ, ഡിസ്കൗണ്ട് സ്റ്റോർ, ഇതൊക്കെയാണ് സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നോൺ റീറ്റെയിൽ ഫോർമാറ്റ് ആണ്. അതിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ടെലി മാർക്കറ്റിംഗ്, ഓട്ടോമാറ്റിക് വെൻഡിങ് ആൻഡ് ഇലക്ട്രോണിക് റീറ്റെയിലിംഗ്, ഇത്രയാണ് റീറ്റെയിൽ ഫോർമാറ്റിന്റെ സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റും അതുപോലെ തന്നെ നോൺ റീറ്റെയിൽ ഫോർമാറ്റിലും മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ ഇത് നമുക്ക് ഓരോന്നും സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റിലും ഓരോന്നും എന്താന്നുള്ളതൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഒന്നാമത് പറയുന്നത് സൂപ്പർ മാർക്കറ്റ് ആണ്. അല്ലെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. The term supermarket is a combination of two words. സൂപ്പർമാർക്കറ്റിന്റെ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വേർഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അവിടെ. ഒന്ന് സൂപ്പർ പ്ലസ് മാർക്കറ്റ്. സോ ദ വേർഡ് സൂപ്പർ മീൻസ് വെരി ബിഗ്. സൂപ്പർ എന്ന് പറയുന്നത് എന്താണ്? വെരി ബിഗ് എന്നാണ് പറയുന്നത്. മാർക്കറ്റ് മീൻസ് എ പ്ലേസ് ഓഫ് സെയിൽ ആൻഡ് പർച്ചേസ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്, സെയിലും പർച്ചേസും നടത്താനുള്ള ഒരു പ്ലേസ് ആണ് മാർക്കറ്റ്. സോ ദ സൂപ്പർ മാർക്കറ്റ് മീൻസ് വെരി ബിഗ് മാർക്കറ്റ്. അപ്പൊ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വെരി ബിഗ് മാർക്കറ്റ് എന്നുള്ളതാണ്. So it is a large-scale retail trading organization consists of a number of departments, each dealing in one line of goods and under a single roof and a single management. അപ്പോൾ സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു ലാർജ് സ്കെയിൽ റീറ്റെയിൽ ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണ്. അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ട് സാധനങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ലാർജ് സ്കെയിൽ ആണ്. അതിൽ ഒരുപാട് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ലൈൻ ഓഫ് ഗുഡ്സ് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു സിംഗിൾ റൂഫിലായിരിക്കും അത് അവൈലബിൾ ആവുക. അത് സിംഗിൾ മാനേജ്മെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ലെ, നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ കയറിയിട്ടുണ്ട്, ഒരുപാട് ഐറ്റംസ് കാണാം, ഒരുപാട് ലൈൻ ഓഫ് ഗുഡ്സുകൾ നമുക്ക് കാണാം. അതിന് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അതെല്ലാം നമ്മൾ ഒരു സിംഗിൾ റൂഫിന് അതിന്റെ അണ്ടറിലാണ് അവൈലബിൾ ആവുന്നത്. ഒരു ഷോപ്പേ ഉണ്ടായിരിക്കുള്ളൂ, അതിന്റെ അണ്ടറിലാണ് നമ്മൾ അവൈലബിൾ ആവുന്നത്. അപ്പൊ അതാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കാം. അപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നാമത് പറയുന്നത് സൂപ്പർ മാർക്കറ്റ് ഈസ് എ ലാർജ് സ്റ്റോർ വിത്ത് ഇനഫ് മൂവിംഗ് സ്പേസ് ആൻഡ് പാർക്കിംഗ് ഗ്രൗണ്ട്. അത്യാവശ്യം പാർക്കിംഗ് ഗ്രൗണ്ടും അല്ലെങ്കിൽ ഒരു ലാർജ് സ്റ്റോർ ആണിത്. അതിനൊരു ഇനഫ് മൂവിംഗ് സ്പേസും ഉണ്ട്, പാർക്കിംഗ് ഗ്രൗണ്ടും ഉണ്ടായിരിക്കും. ദെൻ cannot keep those articles which require the assistance of salesman to sell. അല്ലെ, അതിന് ഒരു സെയിൽ ചെയ്യാൻ ഒരു സെയിൽസ്മാന്റെ അസിസ്റ്റൻസ് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. So it deals in food items, household and
യൂട്ടൻസിൽസ് അതായത് പാത്രങ്ങൾ, ഡ്രഗ്സ് അല്ലെ, അതായത് ഈ ഒരു മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്, ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ് വരുന്നുണ്ട്, ദെൻ ഡ്രഗ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ സിമിലർ ഗുഡ്സ് കെപ്റ്റ് ടുഗദർ ഇൻ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? സിമിലർ ആയിട്ടുള്ള കുറച്ച് ഗുഡ്സുകളെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യുന്നു. ദെൻ അവിടെ സെൽഫ് സർവീസ് ആണ് അല്ലെ, നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത്, എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ക്യാഷ് ആൻഡ് ക്യാരി ഷോപ്പ് ആണ്. ഇതൊരു ക്യാഷ് ആൻഡ് ക്യാരി ഷോപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കില്ല. ദെൻ ആർട്ടിക്കിൾസ് ആർ ഡിസ്പ്ലേഡ് ഇൻ ലേബിൾഡ് പാക്കറ്റ് ഇൻ ഓപ്പൺ റാക്സ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് ബയേഴ്സ് അല്ലെ. അതായത് ഇതിൽ വെച്ചിരിക്കുന്ന ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യുന്നത് ലേബൽ ചെയ്തിട്ടുള്ള പാക്കറ്റുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ റാക്കും അതിന് എന്താണ് ഒരു ഓപ്പൺ റാക്കും ഉണ്ടായിരിക്കും. അത് ബയേഴ്സിന് കൂടുതൽ കൺവീനിയന്റ് ആണ് അല്ലെ. നമ്മൾ സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എത്രയാണ് അതിന്റെ ക്വാളിറ്റി എത്രയുണ്ട്, അല്ലെങ്കിൽ ഡേറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ലേബിൾഡ് പാക്കറ്റിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ഒരു സെയിൽസ്മാന്റെ ആവശ്യമില്ല അവിടെ. അതുപോലെ തന്നെ ഒരു ഓപ്പൺ റാക്കാണ് അവിടെ ഉണ്ടാവുക. അതിലൂടെ നമുക്ക് ബയേഴ്സിന് കൂടുതൽ കൺവീനിയന്റ് ആയിരിക്കും ഈ ഒരു സൂപ്പർ മാർക്കറ്റ്സിൽ എന്ന് പറയാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അതിൽ അഡ്വാൻറ്റേജസ് എടുത്ത് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് സെയിൽസ് ഇൻ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ് അല്ലെ. അവരുടെ സെയിൽസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ദെൻ ഇറ്റ് സെൽസ് വേരിയസ് ഐറ്റംസ് നീഡഡ് ഫോർ ഹൗസ് ഹോൾഡ്. ഒരു ഹൗസ് ഹോൾഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും വേരിയസ് ഐറ്റംസും ഇവിടെ എന്താണ്? സെല് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആർ ലോ ഡ്യൂ ടു സെൽഫ് സർവീസ്. ഇവിടെയുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വളരെ കുറവാണ്. കാരണം എന്താണ്? അവർ സെൽഫ് സർവീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ കൺസ്യൂമേഴ്സ് ഗെറ്റ് ഗുഡ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അറ്റ് ലോവർ പ്രൈസ്. നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ലോവർ പ്രൈസസിൽ കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആകുന്നു. ദെൻ ദ കസ്റ്റമേഴ്സ് എൻജോയ് ഫുൾ ഫ്രീഡം ടു ബൈ ഓർ നോട്ട് ടു ബൈ അല്ലെ. കസ്റ്റമേഴ്സിന് ഫുൾ ഫ്രീഡം ആണ്. അവർക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി അല്ലെ, വാങ്ങിക്കാതിരിക്കാം. സോ ഹി ക്യാൻ ചൂസ് ഐറ്റംസ് ഈസിലി. അതുകൊണ്ട് തന്നെ അവർക്ക് ഈസി ആയിട്ട് ഐറ്റംസ് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇറ്റ് സെൽസ് ഇറ്റ്സ് ഗുഡ്സ് ഓൺലി ഫോർ ക്യാഷ്. ഇവിടെ ഗുഡ്സ് എന്തിനു മാത്രമാണ് സെല് ചെയ്യുന്നത്? ക്യാഷിന് മാത്രമാണ് ചെയ്യുന്നത്, ക്രെഡിറ്റ് ഇല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സൂപ്പർ മാർക്കറ്റിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസിൽ പറയുന്ന ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അവിടെ അത്യാവശ്യമാണ്. ദെൻ കസ്റ്റമേഴ്സ് ഡു നോട്ട് ഗെറ്റ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കില്ല. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. ദെൻ ദർ ആർ നോ സെയിൽസ് പീപ്പിൾ. അവിടെ സെയിൽസ് പീപ്പിൾ ഇല്ല. ദെൻ ഇറ്റ് റിക്വയർസ് സ്പേഷ്യസ് ബിൽഡിംഗ് അല്ലെ. ഒരു വലിയ എന്താണ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആവശ്യമാണ് എന്നുള്ളതാണ് അല്ലെ. ഒരുപാട് സ്ഥലമുള്ള ഒരു ബിൽഡിംഗ് ആവശ്യമാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് അതിൻ്റെ അണ്ടറിൽ കൊണ്ടുവരണം. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വരുന്ന ഡിസ്അഡ്വാൻറ്റേജ്, സൂപ്പർ മാർക്കറ്റ്സിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റോണാണ് ഹൈപ്പർ മാർക്കറ്റ്സ്. അപ്പൊ എന്താണ് ഹൈപ്പർ മാർക്കറ്റ്സ് എന്നുള്ളത് നോക്കാം. എന്താണ് ഹൈപ്പർ മാർക്കറ്റ്സ്? ഹൈപ്പർ മാർക്കറ്റ്സ് ആർ ജയന്റ് സൈസ്ഡ് സൂപ്പർ മാർക്കറ്റ്. ഇറ്റ് ഈസ് ദ സൂപ്പർ മാർക്കറ്റ് അല്ലെ. ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ മാർക്കറ്റ് ആണ്. അതായത് സൂപ്പർ മാർക്കറ്റിനേക്കാളും നല്ല സൂപ്പർ മാർക്കറ്റ് എന്നാണ്, വലിയതാണെന്നാണ്. അതായത് ഗൈൻഡ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വളരെ വലുതായിട്ടുള്ള ഒരു സൈസ് ഉള്ളതാണ്. ജർമ്മനിയിൽ ഇതിനെ പറയുന്നത് ഗെയിം സ്റ്റോഴ്സ് എന്നാണ്. ദെൻ ഹൈപ്പർ മാർക്കറ്റ് ക്യാരി പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്, അപ്പയറൽസ്, ലിക്വർ, ഹൗസ് വെയേഴ്സ്, ലൈഷർ ഗുഡ്സ്, ഗാർഡൻ സപ്ലൈസ് എക്സെട്ര. ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് പേഴ്സണൽ കെയർ പ്രോഡക്ട്സുകൾ ഉണ്ടായിരിക്കും, വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കൾ ഉണ്ടായിരിക്കും, ലിക്വേഴ്സ്, ഹൗസ് വെയേഴ്സ്, അങ്ങനെ ഒരുപാട് ലൈഷർ ഗുഡ്സ്, ഗാർഡൻ സപ്ലൈസ്, ഇങ്ങനെ എല്ലാതും അടങ്ങിയിട്ടുള്ളതാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. So it combines the features of supermarket, discount stores, specialty stores, etc. ഈ സൂപ്പർ മാർക്കറ്റിലെ, ഡിസ്കൗണ്ട് സ്റ്റോഴ്സിലെ, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി സ്റ്റോറുകളുടെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കമ്പൈൻ ചെയ്യുന്നതാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇത് ഫോക്കസ് ഓൺ ലോ പ്രൈസ് ആൻഡ് ഫാസ്റ്റ് സെലക്ഷൻ. ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ലോ പ്രൈസും അതുപോലെ തന്നെ വാസ്റ്റ് സെലക്ഷനും ആണുള്ളത്. കുറവ് പ്രൈസിൽ നമുക്ക് ഒരുപാട് സെലക്ഷൻ, ഒരുപാട് ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാനും പറ്റും? സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് സൂപ്പർ സ്റ്റോറുകളാണ്. സോ ദിസ് ഈസ് എ ഗൈൻഡ് റീറ്റെയിൽ ഫോർമാറ്റ് ദാറ്റ് ക്യാരീഡ് ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഐറ്റംസ്. ഒരു സൂപ്പർ സ്റ്റോറുകളിൽ മെയിനായിട്ട് ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ നോൺ ഫുഡ് ഐറ്റംസ് ആണ് യൂഷ്വലി ക്യാരി ചെയ്യുന്നത്. ഫൗണ്ട് ഇൻ സൂപ്പർ മാർക്കറ്റ് ആസ് വെൽ മോസ്റ്റ് റൂട്ടീൻലി പർച്ചേസ്ഡ് കൺസ്യൂമേഴ്സ്.
കൺസ്യൂമർ പ്രൊഡക്റ്റ്, അതായത് മോസ്റ്റ് റൂട്ടിൽ എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന കൂടുതൽ ഒരു ഫുഡ് ഐറ്റംസ്, നോൺ ഫുഡ് ഐറ്റംസ് ആണ് സൂപ്പർ സ്റ്റോറുകളിൽ കീപ്പ് ചെയ്യുന്നത്. സോ എബവ് ടു 4 times ആസ് മെനി ടൈംസ് ആസ് സൂപ്പർ മാർക്കറ്റിൽ എബവ് 4 times ഒക്കെ യൂസ് ചെയ്യുന്നത്, അതായത് കൂടുതലായിട്ട് റൂട്ടീൻലി പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആവുക. സോ സർവീസസ് അവൈലബിൾ അറ്റ് സ്റ്റോഴ്സ് ഇൻക്ലൂഡ് ഡ്രൈ ക്ലീനിങ്, ഓട്ടോമോട്ടീവ് ആൻഡ് റിപ്പയർ, സ്നാക്ക് ബോർസ് എക്സെട്ര. അതായത് ഇവിടെ ക്ലീനിങ്, ഡ്രൈ ക്ലീനിങ്, അതുപോലെ തന്നെ മോട്ടീവ് റിപ്പയേഴ്സ്, അങ്ങനെയുള്ള സർവീസസ് ഒക്കെയാണ് ഈ ഒരു സൂപ്പർ സ്റ്റോറുകളിൽ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. അതാണ് സൂപ്പർ സ്റ്റോർസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സൂപ്പർ ബസേഴ്സ്. ദീസ് ആർ റീറ്റെയിൽ സ്റ്റോർ ഓർഗനൈസ്ഡ് ബൈ കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത് റീറ്റെയിൽ സ്റ്റോഴ്സ് ആണ്, അത് ഓർഗനൈസ് ചെയ്യുന്നത് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. വിച്ച് സെൽ എ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് അണ്ടർ എ സിംഗിൾ റൂഫ്. ഒരു സിംഗിൾ റൂഫിന്റെ അണ്ടറിൽ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. The goods include consumer goods ഉണ്ട്, which are provided at a wholesale rate from manufacturers or wholesalers. ഇവിടെ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, കൺസ്യൂമർ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോൾസെയിൽ റേറ്റിനാണ്, ഫ്രം മാനുഫാക്ചറേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് അല്ലെ. മാനുഫാക്ചറേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൽ നിന്നോ എടുക്കുന്ന പ്രൊഡക്ട്സുകൾ ഹോൾസെയിൽ റേറ്റിലാണ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. Then the stores are operated either on a principle of self-service or with a separate counter served by salesmen. ഇവിടെ ചിലപ്പോൾ എന്താണ് സെൽഫ് സർവീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കും, സെയിൽസ്മാൻ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൗണ്ടേഴ്സും ഉണ്ടായിരിക്കും. അതാണ് സൂപ്പർ ബസേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് കോമ്പിനേഷൻ സ്റ്റോർ. കോമ്പിനേഷൻ സ്റ്റോർ എന്ന് പറയുന്നത് this store sells food and drugs in one store or in 2 stores located side by side. This is larger than super store. അതായത് സൂപ്പർ സ്റ്റോറിനേക്കാളും ലാർജർ ആയിട്ടുള്ളതാണ് കോമ്പിനേഷൻ സ്റ്റോർ എന്ന് പറയുന്നത്. ഇവിടെ സെൽ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അല്ലെ, ഫുഡ്സും അതുപോലെ തന്നെ ഡ്രഗ്സും ഒരു സ്റ്റോറും അല്ലെങ്കിൽ 2 സ്റ്റോഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതാണ് കോമ്പിനേഷൻ സ്റ്റോർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ചെയിൻ സ്റ്റോഴ്സ് ആണ്. ചെയിൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഷോപ്സ് എന്നും കൂടെ പറയും ചെയിൻ സ്റ്റോഴ്സിന്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബ്രാഞ്ച് ഷോപ്സ് ഓപ്പറേറ്റഡ് അണ്ടർ എ സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആൻഡ് ഡീലിംഗ് ഇൻ സിമിലർ ലൈൻസ് ഓഫ് ഗുഡ്സ്. ഇതൊരു എന്താണ് സിസ്റ്റം ഓഫ് ബ്രാഞ്ച് ഷോപ്പാണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് ഷോപ്പിനെയാണ് പറയുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് മാനേജ്മെന്റിന്റെ ബേസിലാണ്. പിന്നെ അതുപോലെ സിമിലർ ലൈൻസ് ഓഫ് ഗുഡ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. It is a form of branch retailing where large number of branches are functioning in different localities. Different localities ആയിട്ട് large number of branches എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും അണ്ടർ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന്റെ ഡയറക്റ്റ് കൺട്രോൾ വരുന്ന ഡിഫറെന്റ് ലൊക്കാലിറ്റീസിൽ ഡിഫറെന്റ് ബ്രാഞ്ചസ്, ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉള്ള ഷോപ്പിനെയാണ് ചെയിൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ അല്ലെ, അപ്പൊ അതിനെയാണ് മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. സോ ഈച്ച് ബ്രാഞ്ച് ഈസ് മാനേജ്ഡ് ബൈ എ ബ്രാഞ്ച് മാനേജർ. ഓരോ ബ്രാഞ്ചും മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും, ബ്രാഞ്ച് മാനേജർ ആയിരിക്കും എന്നുള്ളതാണ്. ആ ബ്രാഞ്ചിന്റെ മാനേജർ ആയിരിക്കും ഓരോ ബ്രാഞ്ചും മാനേജ് ചെയ്യുന്നത്. അതിനെയാണ് ചെയിൻ സ്റ്റോർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മൾട്ടിപ്പിൾ ഷോപ്പ്. അതായത് ഇറ്റ് ഈസ് എ ലാർജ് ഓർഗനൈസേഷൻ. ഇതൊരു ലാർജ് ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഡീൽസ് ഇൻ വൺ ഓർ ലിമിറ്റഡ് വെറൈറ്റീസ് ഓഫ് ആർട്ടിക്കിൾസ് അല്ലെ, ഒന്നോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ആർട്ടിക്കിൾസ് ആണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. Then articles sold by all the branches of a multiple shop are identical and at the same price. ഇപ്പോൾ എല്ലാ ബ്രാഞ്ചസിലും ഒരു ബ്രാഞ്ചിൽ വിൽക്കുന്ന അതേ പ്രൈസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയിരിക്കും എന്തിനുണ്ടായിരിക്കുക, മറ്റ് ബ്രാഞ്ചിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. Then multiple shops are flexible ആണ്. Then it work on cash and carry principle ആണ് ഇതിൽ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ക്രെഡിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. The purchasers are centralized and sellers are decentralized. പർച്ചേസേഴ്സ് ഒക്കെ സെൻട്രലൈസ്ഡ് ആയിട്ടും അതുപോലെ സെല്ലേഴ്സും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൾട്ടിപ്പിൾ ഷോപ്സ്. ദെൻ സ്യൂട്ടബിൾ ഫോർ എ മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റം. ഈ ഒരു മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ആർട്ടിക്കിൾ ഷുഡ് ബി നെസസറീസ് ഫോർ ലൈഫ് ഓഫ് സച്ച് ആസ് ക്ലോത്തിങ്, ഫുഡ് സ്റ്റഫ്, ഫുഡ് വെയർ അല്ലെ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ആർട്ടിക്കിൾസ് എന്നുള്ളത് പറയാം. ഒന്ന് ക്ലോത്തിങ് വരുന്നുണ്ട്, ഫുഡ് സ്റ്റഫ് വരുന്നുണ്ട്, ഫുഡ് വെയർ ഒക്കെയാണ് എന്ത് വരുന്നത് ഈ ഒരു മെയിൻ ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള
ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ ഷുഡ് ഹാവ് റാപ്പിഡ് ടേൺ ഓവർ, അല്ലെ റാപ്പിഡ് ആയിട്ടുള്ള പെട്ടെന്ന് ടേൺ ഓവർ കിട്ടുന്ന തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ദെൻ ഗുഡ്സ് മസ്റ്റ് ബി ഓഫ് എ പോർട്ടബിൾ ടൈപ്പ്, ഒരു പോർട്ടബിൾ ടൈപ്പ് ആയിട്ടുള്ള, അതായത് മാറ്റി അല്ലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഷുഡ് ബി ബ്രാൻഡഡ് ഓർ സ്റ്റാൻഡർഡൈസ്ഡ്, ബ്രാൻഡഡ് ആയിരിക്കും അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. ഇനി ഇത്തരം ഗുഡ്സ് ആണ് ഈ ഒരു മൾട്ടിപ്പിൾ ഷോപ്പിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസും കൂടെ പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസിൽ പറയുന്നത് മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ ദർ ആർ നോ ബാഡ് ഡെപ്റ്റ്സ്, ബിക്കോസ് നമ്മുടെ ക്യാഷ് ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് ഗുഡ്സ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ബാഡ് ഡെപ്റ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ദെൻ വൺ അഡ്വർടൈസ്മെന്റ് വിൽ ബി ഇനഫ് ഫോർ ഓൾ ബ്രാഞ്ചസ്, എല്ലാ ബ്രാഞ്ചസിനും എന്താണ് ഒരു അഡ്വർടൈസ്മെന്റ് മാത്രം മതി എല്ലാ ബ്രാഞ്ചസിനും കൂടിയിട്ട് എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഷോപ്സ് ജനറലി സെൽ നെസസറി ആർട്ടിക്കിൾസ്, ദർഫോർ ക്വിക്ക് ടേൺ ഓവർ എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. ദെൻ ദ ഷോപ്സ് കമ്പൈൻ ദ ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലിംഗ് ആൻഡ് റീറ്റെയിലിംഗ്, ഷോപ്സിൽ ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലിംഗും അതുപോലെ തന്നെ റീറ്റെയിലിംഗ്സും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹോൾസെയിലേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് അഡ്വാൻറ്റേജസ്. ഇനി പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത് ദർ ഇസ് നോ പേഴ്സണൽ ടച്ച് വിത്ത് കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിനായിട്ട് ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരിക്കില്ല. ദെൻ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്, ഇതിലൂടെ ഒരു കസ്റ്റമേഴ്സിന് ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. Then it deals in limited variety of goods and sells one. ഒരു ലിമിറ്റഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് മാത്രമാണ് ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ, സെല് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വൺ ബ്രാൻഡ് മാത്രമാണ് സെല് ചെയ്യുന്നുള്ളൂ. സോ ദ കസ്റ്റമേഴ്സ് കാനോട്ട് സാറ്റിസ്ഫൈ ഓൾ ദെയർ നീഡ്സ്, അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കില്ല. ദെൻ സ്റ്റാഫ് ഓഫ് ദ ബ്രാഞ്ചസ് ആർ പെയ്ഡ് എംപ്ലോയീസ്, ഈ ഒരു ബ്രാഞ്ചസിലെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് പെയ്ഡ് എംപ്ലോയീസ് ആയിരിക്കും. Then it cannot provide attractive services to the customers. കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള സർവീസസ് ഒന്നും തന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഇത്തരം ഷോപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. Then as a large number of shops are established, it require heavy amount of capital. ഒരു ലാർജ് നമ്പർ ഓഫ് ഷോപ്സ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം, ഹെവി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു മൾട്ടിപ്പിൾ ഷോപ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്.